നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊരു ചർച്ചാ വിഷയമുള്ള ഒരു ദീപക് എന്ന ഒരു സാധാരണക്കാരൻ്റെ ആത്മഹത്യ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ വന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡ് ചെയ്യുന്നുണ്ട്, പല പല വീഡിയോസ് വരുന്നുണ്ട്. സഞ്ജിത എന്ന സ്ത്രീയെ അദ്ദേഹം മോശമായി ഇത് ചെയ്യുന്ന രീതിയിൽ അവരൊരു വീഡിയോ എടുത്ത് ഭയങ്കരമായിട്ട് അത് വൈറലാക്കാൻ നോക്കി. ഒരു തികച്ച ഒരു സാധാരണക്കാരനായ മനുഷ്യനെ താങ്ങാൻ പറ്റാണ്ട് വന്നപ്പം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയിൽ അദ്ദേഹത്തിന് ഇപ്പം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നു. അതിന് കാരണക്കാരി അവരാണ്. അവർ റീച്ച് എന്നൊരു കാര്യത്തിന് വേണ്ടി മാത്രം ഒരു മനുഷ്യനെ ബലിയാട് കഴിച്ചു. അയാളുടെ കുടുംബത്തിന് പോയി ഒരു ജോലിയെടുത്ത് അന്നം പുലർത്തുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം അവർ നശിപ്പിച്ചു അവരുടെ റീച്ചിന് വേണ്ടി. എന്താ പറയുക, ഈ പറഞ്ഞ ഇവരെ അങ്ങോട്ട് ഏറ്റെടുത്തു സോഷ്യൽ മീഡിയ. ഇവരിപ്പോൾ ഈ ഒരു വീഡിയോ ട്രെൻഡ് ചെയ്ത സമയത്ത് സോഷ്യൽ മീഡിയ തന്നെ ഏറ്റെടുത്തു, മീഡിയ ഏറ്റെടുത്തു. ആ മനുഷ്യനെ ആ സമയത്ത് ഒരു മാനസികാവസ്ഥയിൽ കൂടെ കടന്നുകൊണ്ട് ഒരു സാധാരണക്കാരൻ, അദ്ദേഹത്തിന് അതിൻ്റെ അഭിമാനത്തിനാണ് അവർ ചോദ്യം ചെയ്തത്. ആ വീഡിയോയിൽ വ്യക്തമായി കാണാം, അയാൾ ഒരിക്കലും അവരെ അത് ചെയ്തിട്ടില്ല. ഇത് അവർ മനഃപൂർവ്വം അയാളുടെ യൂസ് ചെയ്ത് അവരുടെ നേട്ടത്തിന് വേണ്ടി യൂസ് ചെയ്ത പോലെയുണ്ട് ആ ഒരു വീഡിയോ. ശരിക്കും നമുക്ക് അതിൽ എടുത്തു കാണിക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിൻ്റെ പോക്കൊക്കെ വളരെ മോശമാണ്. ഇപ്പോൾ ട്രെൻഡിങ്ങിന് വേണ്ടിയും ഈ പറഞ്ഞ ഫെയിം ആവാനും വൈറലാവാനും എന്ത് തോന്നിയാസവും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണേണ്ട അവസ്ഥയാണ്. ഇവരെയൊക്കെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നവരും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പം ഞാനിത് പറയുമ്പോൾ എന്നെ നെഗറ്റീവ് പറയാൻ ആൾക്കാർ വരും. 1% ആൾക്കാർ നെഗറ്റീവായിട്ട് ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ. 99.9% ആൾക്കാർ പോസിറ്റീവ് പറഞ്ഞാലും നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം കമൻറ്റ് ബോക്സിൽ തന്നെ ആൾക്കാരുണ്ട്. ഇവരുടെ അക്കൗണ്ടൊക്കെ കാണണം. ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞോടെ 9,000 ചില്ലാനും ഫോളോവേഴ്സ് ഉള്ളവർക്ക് 11,000 ചില്ലാനും ഫോളോവേഴ്സ് മാത്രമുണ്ട്. ഇപ്പോൾ അവരുടെ അക്കൗണ്ട് പ്രൈവറ്റ് മോഡാണ്. അവർ ഈ പറഞ്ഞ റീച്ചിന് വേണ്ടി ചെയ്തത് തന്നെയാണ്. അവരുടെ പേര് പറയാണ്ടിരിക്കേണ്ട കാര്യമില്ല. സഞ്ജിത എന്നാണ്. ആ ഇരയായ മനുഷ്യൻ്റെ പേര് ദീപക്കാണ്. നല്ല രീതിയിലുള്ളൊരു ശിക്ഷ അവർക്ക് കിട്ടണം. മാതൃകാപരമായ ശിക്ഷ തന്നെ കിട്ടണം. സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം നല്ലതാണ്. സ്ത്രീകൾക്കെതിരെ വളരെയധികം അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കണമുണ്ട്. അതിനൊന്നും നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ല റിയാക്ട് ചെയ്യേണ്ടത്. ഒരാളുടെ ലൈഫ് വെച്ചല്ല കളിക്കേണ്ടത്. എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് ഈ സോഷ്യൽ മീഡിയ ഈ രീതിയിൽ ആളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. സോഷ്യൽ മീഡിയ കുറ്റം പറയണല്ല, സോഷ്യൽ മീഡിയ നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരുണ്ട്, നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ പറഞ്ഞ